2025 സെപ്റ്റംബർ 14 സിറാജ് എഡിറ്റോറിയൽ. യുവാക്കളെ റഷ്യയിലെത്തിക്കുന്നത് തൊഴിൽ രാഹിത്യം. ഇന്ത്യക്കാർ റഷ്യൻ പട്ടാളത്തിൽ ചേരുന്നതിനെതിരെ വീണ്ടും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയം. നേരത്തെ പലതവണ മുന്നറിയിപ്പ് നൽകിയിരുന്നതായും റഷ്യൻ സൈനിക മേഖലയിൽ ജോലി ചെയ്യുന്നതിൻ്റെ അപകട സാധ്യതകൾ കണക്കിലെടുത്താണ് മുന്നറിയിപ്പ് ആവർത്തിക്കുന്നതെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൻ വ്യക്തമാക്കി. നിർമ്മാണ ജോലികൾ വാഗ്ദാനം ചെയ്താണ് ഏജൻസികൾ ഇന്ത്യൻ യുവാക്കളെ റഷ്യയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത്. വിസിറ്റിംഗ് വിസയിലും സ്റ്റുഡൻസ് വിസയിലുമായി റഷ്യയിലെത്തുന്ന യുവാക്കളെ പിന്നീട് ഹ്രസ്വകാല പരിശീലനം നൽകി യുദ്ധമേഖലയിലേക്ക് നിയോഗിക്കുകയാണ്. ഇത്തരം റിക്രൂട്ട്മെൻറ്റുകൾ നിർത്തലാക്കണമെന്നും റഷ്യയിൽ കുടുങ്ങിയ ഇന്ത്യൻ പൗരന്മാരെ വിട്ടയക്കണമെന്നും മോസ്കോയിലെയും ഡൽഹിയിലെയും റഷ്യൻ അധികാരികളോട് നിരന്തരം ആവശ്യപ്പെടുന്നുമുണ്ട് ഇന്ത്യൻ അധികൃതർ. കഴിഞ്ഞ വർഷത്തെ റഷ്യൻ സന്ദർശന വേളയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് പുടിനോട് നേരിട്ട് ഇക്കാര്യം ഉണർത്തിയതുമാണ്. സൈനികരെ സഹായിക്കാനെന്ന വ്യാജേനയാണ് റഷ്യയിലെത്തുന്ന ഇന്ത്യക്കാരെ യുദ്ധമേഖലയിലേക്ക് നിയോഗിക്കുന്നത്. അവിടെ എത്തിയാൽ ആയുധം നൽകി യുദ്ധത്തിനിറങ്ങാൻ ആവശ്യപ്പെടുന്നു. എത്ര ഇന്ത്യൻ പൗരന്മാർ സൈനിക മേഖലയിൽ കുടുങ്ങിയിട്ടുണ്ടെന്ന് വ്യക്തമായ വിവരമില്ല. 126 പേർ അകപ്പെട്ടതായി വിവരം ലഭിച്ചുവെന്നാണ് കഴിഞ്ഞ വർഷം ജനുവരി 17 വിദേശകാര്യ മന്ത്രാലയം നടത്തിയ പ്രസ്താവനയിൽ പറയുന്നത്. ഇവരിൽ 98 പേർ പിന്നീട് ഇന്ത്യയിലേക്ക് മടങ്ങി. 12 പേർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. ബാക്കിയുള്ളവരെക്കുറിച്ച് വിവരമില്ല. 126 എന്നത് അധികൃതർക്ക് ലഭിച്ച കണക്കുകളെ ആധാരമാക്കിയുള്ള എണ്ണമാണ്. യഥാർത്ഥ കണക്കുകൾ ഇതിനേക്കാൾ ഉയർന്നതായിരിക്കാം. ഉത്തർപ്രദേശിലെ കാസ്ഗഞ്ച് സ്വദേശി അർബാബ് ഹുസൈനെ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഹെൽപ്പറായി ജോലി വാഗ്ദാനം ചെയ്താണ് ഏജന്റ് മോസ്കോയിലേക്ക് കയറ്റിവിട്ടത്. 2023 നവംബർ 11 റഷ്യയിലെത്തിയ അർബാബ് ഹുസൈനെ റഷ്യൻ അധികൃതർ നിർബന്ധപൂർവം യുദ്ധമേഖലയിലേക്ക് നിയോഗിച്ചു. വിസമ്മതം പ്രകടിപ്പിച്ചപ്പോൾ പാസ്പോർട്ടും വിസയും പിടിച്ചുവാങ്ങുകയും റഷ്യൻ ഭാഷയിലുള്ള കരാർ പത്രത്തിൽ നിർബന്ധിച്ച് ഒപ്പിടുവിക്കുകയും ചെയ്തുവത്രേ. അർബാബിൻ്റെ പിതാവ് അഷ്റഫ് ഹുസൈൻ മാധ്യമപ്രവർത്തകരോട് വെളിപ്പെടുത്തിയതാണ് ഈ വിവരം. ഇതുതന്നെയാണ് യുദ്ധമേഖലയിലെത്തിപ്പെട്ട മിക്ക ഇന്ത്യക്കാരുടെയും അവസ്ഥ. സ്വമേധയാ സൈനിക മേഖലയിൽ സേവനമനുഷ്ഠിക്കാൻ ആഗ്രഹിച്ചവരോ സന്നദ്ധത പ്രകടിപ്പിച്ചവരോ അല്ല ബഹുഭൂരിഭാഗവും. ജോലി ആവശ്യത്തിനല്ലാതെ കേവല സന്ദർശനത്തിന് റഷ്യയിലെത്തിയവരെയും റഷ്യൻ സേന പട്ടാളത്തിൽ ചേരാൻ നിർബന്ധിച്ച വിവരവും പുറത്തു വന്നിട്ടുണ്ട്. പുതുവർഷം ആഘോഷിക്കാൻ 2023 ഡിസംബർ അവസാനത്തിൽ റഷ്യയിലെത്തിയ പഞ്ചാബ്, ഹരിയാന സ്വദേശികളടങ്ങുന്ന 7 അംഗ സംഘം സാമൂഹിക മാധ്യമമായ എക്സിൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് ഈ വിവരം പുറം ലോകത്തെത്തിയത്. റഷ്യയിലെ ബെലാറസ് സന്ദർശന വേളയിൽ പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് റഷ്യൻ സൈനിക ഉദ്യോഗസ്ഥർക്ക് കൈമാറി. സൈനികർ റഷ്യൻ ഭാഷയിലുള്ള ചില കരാറുകളിൽ നിർബന്ധപൂർവം ഒപ്പിടുവിച്ച ശേഷം പട്ടാളക്കാർക്ക് സേവനം ചെയ്യാനെന്ന പേരിൽ യുദ്ധമേഖലയിലേക്ക് അയക്കുകയും 15 ദിവസത്തെ യുദ്ധപരിശീലനം നൽകി യുദ്ധം ചെയ്യാൻ തങ്ങളോട് ആവശ്യപ്പെടുകയും ചെയ്തുവെന്നാണ് 7 അംഗ സംഘത്തിൽപ്പെട്ട ഹരിയാന സ്വദേശി ഗഗൻദീപ് എക്സിൽ കുറിച്ചത്. അതേസമയം സൈന്യത്തിൽ സേവനമനുഷ്ഠിക്കാൻ സ്വമേധയാ കരാറിൽ ഒപ്പിട്ട ഇന്ത്യക്കാരെ മാത്രമേ യുദ്ധമേഖലയിലേക്ക് അയച്ചിട്ടുള്ളൂവെന്നാണ് റഷ്യൻ അധികൃതരുടെ ഭാഷ്യം. റഷ്യയിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളുടെ വലയത്തിൽ അകപ്പെടരുതെന്ന് നിരന്തരം മുന്നറിയിപ്പ് നൽകുന്ന ഇന്ത്യൻ ഭരണകൂടം ഇതവഗണിച്ച് യുവാക്കൾ പിന്നെയും റഷ്യയിലേക്ക് വിമാനം കയറാൻ ഇടയാകുന്നതിൻ്റെ സാഹചര്യം വിലയിരുത്തേണ്ടതുണ്ട്. തൊഴിൽ രാഹിത്യമാണ് മുഖ്യ പ്രശ്നം. ഉന്നത വിദ്യാഭ്യാസം നേടി പുറത്തിറങ്ങുന്ന യുവാക്കൾക്ക് രാജ്യത്ത് തൊഴിൽ ലഭിക്കുന്നില്ല. അഭ്യസ്ത വിദ്യരുടെ ഇടയിൽ തൊഴിലില്ലായ്മ കഴിഞ്ഞ 2 ദശകത്തിനിടെ ഇന്ത്യയിൽ ഇരട്ടിയായി വളർന്നുവെന്നാണ് കഴിഞ്ഞ വർഷം പുറത്തുവന്ന എംപ്ലോയ്മെൻറ്റ് റിപ്പോർട്ടുകൾ കാണിക്കുന്നത്. ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനും ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റും ചേർന്ന് പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത്, രാജ്യത്തെ തൊഴിൽ രഹിതരിൽ 83% യുവജനങ്ങളാണെന്നാണ്. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസമെങ്കിലും നേടിയവരുടെ ഇടയിൽ തൊഴിലില്ലായ്മ ഇരട്ടിയാണെന്നും റിപ്പോർട്ട് പറയുന്നു. 35.2% 2000-ൽ അഭ്യസ്ത വിദ്യർക്കിടയിലെ തൊഴിലില്ലായ്മയെങ്കിൽ 2022-ൽ 65.7% ഉയർന്നു. സുസ്ഥിര തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിൽ സർക്കാർ കനത്ത പരാജയമാണ്. ജീവിക്കാൻ ആവശ്യമായ സാഹചര്യമാണ് ഒരു ജനതയുടെ നിലനിൽപ്പിൻ്റെ പ്രധാന ഘടകം. തൊഴിൽ വരുമാനവുമാണ് ഈ സാഹചര്യം സൃഷ്ടിക്കുന്നത്. രാജ്യത്ത് അതില്ലാതെ വരുമ്പോൾ തൊഴിൽ ലഭിക്കുന്നിടത്തേക്ക്
ചേക്കേറാൻ യുവത്വം നിർബന്ധിതരാകുന്നു. റിക്രൂട്ട് ഏജൻസികൾ വാഗ്ദാനം ചെയ്യുന്ന വിദേശ രാജ്യങ്ങളിലെ തൊഴിലവസരങ്ങളിലേക്ക് ആകൃഷ്ടരാകുന്നു. നാട്ടിൽ ജീവിക്കാനാവശ്യമായ വരുമാനം ലഭിക്കുന്ന മാന്യമായ ജോലി ലഭിക്കാനുണ്ടെങ്കിൽ ഇവിടെ തന്നെ ജോലി ചെയ്ത് കുടുംബത്തോടൊപ്പം ജീവിക്കാനാണ് പൊതുവെ ആളുകൾ താൽപ്പര്യപ്പെടുന്നത്.